ഇതാരെ പതിവില്ലാണ്ട് രണ്ടുപേര് ഇങ്ങോട്ടേക്കുള്ള വരുന്നൊരു പരിചയമില്ലാത്ത ആൾക്കാരാണല്ലോ. ചേച്ചിയാ? സൗണ്ട് നല്ല പരിചയം ഉണ്ടല്ലോ. ആ ചേച്ചി നാണ ചേച്ചി, ബാബു ചേച്ചി, നിങ്ങൾക്ക് എന്താ മറന്നു പോയോ? എന്റെ പൊന്നേ, എടവായി നിന്നെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. വെയിലത്തുനിന്ന് കേറി വന്നത് കൊണ്ടോ നീ ആളാകെ മാറിപ്പോയല്ല. നിങ്ങൾക്ക് ഇപ്പൊ എന്നെ മനസ്സിലാവൂല, നാണ് വേറെ തന്നെ ആയി. വാ, വെയിലത്തുനിന്ന് കേറിക്ക് വാ വാ. ഫോണായ हाँ दुलकराम, हाँ किधर कौन है भेजा ट्यूशन? हाँ हलवा, ओके 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 भेजा। क्या किधर देखे? ओ सुनो, सांप्रदाय मालूम नहीं? ऐसे ऐसे करना चाहिए. ओके. ആ ചേച്ചി എന്തുണ്ടോ വിശേഷം? പിന്നെ എന്നെ വിളിച്ചില്ലല്ലോ നിങ്ങൾ നാ പോയ ശേഷം. ഞാൻ ഇപ്പൊ കുറച്ച് ദാഹമുണ്ട് രണ്ടാൾക്ക്. ഒരു രണ്ടാം പാനി തേതോ, തണുപ്പ് കോൾഡ് വാട്ടർ പ്ലീസ്. ആ ചേച്ചി ചേച്ചി ക്യാ ചേച്ചി? അല്ല ഭായി, എനിക്ക് നിന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. ഇതെന്ത് വേഷം? ആ വിശേഷമുണ്ട് പറയാം. ഒരിക്കൽ അവിടെ സിട്ടാക്കട്ടെ, കുറച്ച് വെള്ളം തരും. വെള്ളമൊക്കെ തരണ്ട ഭായി, വിശേഷമല്ല. ഇതെന്ത് വേഷം? ഡ്രസ് പറയണുണ്ട്. സ്വർണ്ണ ഗോൾഡ്. ഇതാര ഭായി കൂടത്? കൂടെ നമ്മ പുതിയ ആളെ പരിചയപ്പെടുത്തുന്നുണ്ട്. കുറച്ച് വെള്ളം തരണം നിങ്ങൾ. അല്ല ഭായി, ഇതിന്റെ മുഖമൊന്നും കാണാൻ പറ്റുന്നില്ല ഭായി. ചേച്ചിയാ, ചേച്ചി ബड़ा आदमी है मालूम? ए सेची क्या बोला ना, तुम्हारा फेस देखने के लिए थोड़ा. आंख देखो तुम्हारा. എന്ത് പേരെന്താ? नाम आपका नाम? राजबोल सिंह. എന്ത്? राजबोल सिंह. രാജ്ബോൾ സിംഗ്. രാജ്ബോൾ സിംഗ്. അല്ല, ഇപ്പൊ ഭായി ഇപ്പൊ ഈ രാജ്ബോൾ സിംഗിനെ കൊണ്ട് ഇങ്ങോട്ട് വരാൻ എന്താ കാരണം? അതെല്ലാം പറയുന്നുണ്ട് നിങ്ങളടുത്ത്. നിങ്ങൾ दंडा पानी दे दो, थोड़ा फैन करो इधर बाहर से, अंदर नहीं आएगा. बहुत पानी बाहर है ना, बाहर बहुत गर्म है. मेरे का थोड़ा ड्यूटी वापस जाने का थोड़ा ड्यूटी है. ये आप कुछ नहीं बोलो, ये ചേച്ചി का हम बोलेगा. ओके घर घर मत बोलो. ओके ചേച്ചി, ഒരു കാര്യം ചെയ്യൂ, വെള്ളം തരൂ. ओके ओके. बाबा बाबा या मोटा बाबी अच्छा. ए चुपचाप के बैठ गांडू. वो मोटा बाबी हमारा फ्रेंड है ना, प्यार लवा. क्या दिमाग नहीं है? और पहले काम है, काम करके बाद करने के बाद कुछ करो. ओके आ जाओ. लाउडा. बाबा बाबा ये मोदी जी का फोटो. मोदी जी मर जाएगा आप. ये इलेक्शन का है, वो इलेक्शन वाला है ना, वो ये इलेक्शन है, 26-25 का इलेक्शन है इधर. क्या दिमाग उधर है, वो यूपी नहीं है, ये करला है मालूम? बाबा बाबा ये भाभी पानी लेके आ रही. हाँ पानी लेके आ, चुपचाप के बैठ. ओके. हाँ मैडम, मैडम भाभी, भाभी बोला वो. मैडम बोलो, मैडम. माधव. മാധവ് नहीं, मैडम मैडम. मैडम मैडम നീ അവർക്ക് കുറച്ച് വെള്ളം കൊടുത്ത, വെയിലത്ത് നേരി വന്നതിന്റെ ക്ഷീണം കാണുന്നത് നന്നായിട്ട്. ആ വയസ്സ വല ആവണേ എന്ത് നിങ്ങൾ പറയണ്ട, നമ്മന്റെ ആളെന്നെ അതേ അങ്ങനെ തന്നെ ആദ്യമല്ലോ വരുമ്പോ. ഇതിനൊട്ടും ഹിന്ദി അറിയില്ല, ഒട്ടും അറിയില്ല. ഇല്ല, രണ്ട് ദിവസം ആയി ഇവിടെ. ഇതിനെവിടുന്ന് കിട്ടിയിട? നീ എന്തിനാ ഇതിന് ഇങ്ങോട്ട് കെട്ടിയെടുത്തു? ഇത് 15 പേരുണ്ട് ഇവിടെ ഇതുപോലെ. चाहिए? मुंह मत करो ऐसे. हाँ ओके.
അല്ല ബാ ഇപ്പൊ നിങ്ങ എന്തിനാ വന്നത്? നീ ഇവനെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ये हमारा आदमी 15 वालाയി 15 ആൾക്കാർ വന്നിട്ടുണ്ട്. ആഹാ. ഞാനിപ്പോ ലേബർ സപ്ലൈ ചെയ്യുന്ന ഉണ്ട് ഇവിടെ ആലുവ. ലേബറാ? അപ്പൊ ബായി ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നേ? യെസ് ചേച്ചി, എന്താ പറയുന്നത്? ആ ലേബർ അല്ല ചേച്ചി, അത് ഹോസ്പിറ്റൽ ലേബർ അല്ലേ, ലേബർ റൂം. ഇത് ലേബർ സപ്ലൈ ആൾക്കാരെ കൊണ്ടുവരുന്നില്ലേ, 15 ആൾക്കാരെ ഞാൻ കൊണ്ടുവന്നു. ഞാൻ ഇപ്പോ സപ്ലൈ ആക്കുന്നു ഇവരെ എല്ലായിടത്തും. നാളെ ഓഫീസ് ഇപ്പൊ പെരുമ്പാവൂർ, ആലുവ പെരുമ്പാവൂർ. അത് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ലേബർ സപ്ലൈ അറിയില്ലേ? അല്ല ബായി, ഇപ്പൊ നീ യു പിക്കാരനെ കൊണ്ട് പിങ്കിടിക്ക് നമ്മുടെ വീട്ടിലേക്ക് എന്തിനാ വന്നേ? അതാ ഞാൻ ചോദിക്കുന്നേ. നാശം പിടിക്കാൻ എന്റെ പൊന്നു ബായി, ഇതിനെ എവിടെ നിന്ന് കെട്ടി വധൂരിനെ? നീ സാധനത്തെ കൊണ്ട് പോയ കാര്യം പറഞ്ഞിട്ട് നീ ഇപ്പൊ എന്തിനീ മുതലേ കെട്ടിടത്തിൽ വന്നേ? ഹോ, മനുഷ്യ പേടിച്ചു പോയി. പൂച്ചയുടെ മേത്തോടെ മറിഞ്ഞു വീണേ ഇപ്പൊ ഞാൻ. എന്റെ ബായി ബായി എന്തിനിപ്പ ഇവനെ അങ്ങോട്ട് ഇങ്ങോട്ട് വന്നത്? കാര്യം പറ. പറയുന്നുണ്ട്. ഇവിടെ നമ്മളെ പുതിയ ആളുണ്ട് ഇവിടെ പണിയെടുക്കാൻ. അവൻ പണി നോക്കും ഫുള്ള്. ഞാൻ പിന്നെ ഓഫീസിൽ തന്നെ എപ്പോഴും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എല്ലാ ജോലി അവൻ നന്നായി ചെയ്യും. ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യും. ഓക്കെ, പേയ്മെന്റ് എല്ലാം നിങ്ങൾ ഇത് ഗൂഗിൾ പേ ആക്കാം എൻ്റെ അടുത്ത്. എന്റെ ബായി, നീ ആരോട് ചോദിച്ചിട്ട് നീ ഷൊണ്ണനോട് പണിക്കുണ്ടെന്ന്? ഞാൻ നിന്നോട് പറഞ്ഞേക്ക് പണിക്കാരെ വേണമെന്ന്. നീ എന്തോട് തല്ലും പിടിച്ച് പോയതല്ലേ? ബംഗാളികളെ എന്തോ പറഞ്ഞെന്നും പറഞ്ഞോണ്ട് അന്ന് തല്ലുപിടിച്ച് പോയതല്ലേ? ഒരു പൂച്ചനെ കണ്ടിട്ട് ഇവന് ബാക്കിയുള്ളവനെ പേടിപ്പിച്ച് കൊന്നേനെ. ഒരു കള്ളം വന്ന ഞാൻ ഇവനെ എങ്ങനെയായിരിക്കും ചെയ്യാ? എനിക്കൊരു ധൈര്യത്തിന് വേണ്ടിക്കാണ് ഞാൻ നിന്നോട് പണിക്ക് നിർത്തിയത്. നീ ആ പണി വിട്ടെറിഞ്ഞ് പോയ ആളാണ്. ഇനി യു പിക്കാരൻ അല്ലെങ്കിൽ ബംഗാളിന്ന് പറഞ്ഞിട്ടൊക്കെ ഇവിടെ ആരിനെ കൊണ്ടുവന്ന മര്യാദക്ക് നീ മുതലിനെ വിളിച്ചോണ്ട് പൊയ്ക്കോ. എന്നെ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട. ഒരു ഷൊണ്ണനെ കൊണ്ട് വന്നിട്ട് പണിക്കാന്ന് കൊണ്ട് പറഞ്ഞു വന്നേക്കണ്. ഇവനെ കണ്ടിട്ട് തന്നെ പേടിയാണ്. മോന്ത കാണില്ല, അവന്റെ കെട്ടി മൂടി വെച്ചേക്കാണ്. കണ്ട എന്താ ടെററിസ്റ്റിന്റെ കൂട്ടുണ്ട് അവന്. बाबा निकलो, निकल जा बाहर. उसका सामान वो इधर इधर रखो. मोड़ी जी गिड़ी जी. वो उधर एक मिनट. ചേച്ചി, നമ്മളെ വേണ്ടെന്ന് പറഞ്ഞാൽ മതിയില്ലേ? നിങ്ങൾക്ക് മലയാളീനെ കിട്ടണമെങ്കിൽ പണിക്ക് വെച്ചോളൂ. പിന്നെ നമ്മള് വിളിക്കേണ്ട ഇതാക്കി കൂടാ. നമ്മള് എന്നാരെയും കിട്ടിയില്ല. ഞാൻ ഇതിൻ്റെ തന്നെ പ്രസിഡൻ്റായി ഇപ്പോൾ. മനസ്സിലായില്ലേ? നായെല്ലാം നമുക്കെല്ലാം സംഘടന ഉണ്ടല്ലോ, ഓർഗനൈസിങ് ആയി എല്ലാം. ഇപ്പം നമ്മളെല്ലാം ഒരാളാണ്, ഒരു ടീമാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് കളിച്ചോ. അതിനാണ് പറഞ്ഞതാണ്. ഇനി പണിയിൽ കിട്ടിയില്ല, പിന്നെ വിളിക്കേണ്ട ആവശ്യമില്ല. ഇനി പണിക്ക് വരുന്നില്ല. ഇപ്പോൾ ഓഫീസാണ്. ഓക്കെ, ബായ്. ആഹാ, നീ ആള് കൊള്ളാല. നീ എന്നോട് കൈ ചൂണ്ടി സംസാരിക്കാറായ ബായി? എന്റെ കർത്താവേ, ബംഗാളിനെയാണല്ലോ കഞ്ഞി കൊടുത്ത് വളർത്തിയത്. അല്ല, നമ്മുടെ മലയാളികൾ നല്ലതായിരുന്നെങ്കിൽ ഈ ബംഗാളികൾ കയറി ഇങ്ങനെ മേയോ? പണിയെടുക്കാൻ ഒരു മലയാളിനെ കിട്ടാനില്ല. അതുകൊണ്ടല്ല ഇപ്പൊ ഇവന്മാര് കയറി ഇപ്പൊ തേപ്പും തെറിയൊക്കെ പറഞ്ഞിട്ട് പോണേ. അവന്റെ ഒരു കൈച്ചേനും അവന്റെ ഒരു ഓഫീസും അവന്റെ ഒരു കൂട്ടായ്മയും. എനിക്ക് നിങ്ങളുടെ ബംഗാളിനെ വേണ്ട, മലയാളിനെ വേണ്ട. എൻ്റെ വീട്ടിലെ പണി എനിക്ക് എടുക്കാന്നുള്ളത് ഞാനും എടുത്തോളാം. നീ വഴിക്ക് വരണ്ട എൻ്റെ പൊന്നു ബായി. ഈ പോയി തന്നാ മതി ആ മുതലിനെ കൊണ്ട്. അയ്യോടാ. അവനിപ്പോ ചൂടായില്ലേ? ഞാൻ ഇത്ര കൊണ്ടുവന്നിട്ട് നിങ്ങള് എന്തെങ്കിലും ചളിക്ക് ഓർണ ഈ വെയിലത്ത് പണിയെടുക്കണം, മഴയെ പണിയെടുക്കണമല്ലോ. ഇവർ വേണം, ബംഗാളി വേണം അല്ലേ? പിന്നെ ഇപ്പൊ മലയാളിനെ നിങ്ങൾ മലയാളിനെ വലിച്ചോളൂ. അപ്പൊ നിങ്ങൾക്ക് അറിയും വരുന്നോ ഇല്ലയോ. അപ്പൊ അറിയും നമ്മ കക്കൂസ് കോരണം, ചളി കോരണം, ആടെ ഇടെ കച്ചറ പണിയെടുക്കണം, എല്ലാം നമ്മ പണിയെടുക്കുന്നുണ്ടല്ലോ. നിങ്ങളടുത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പൊ നിങ്ങൾ പറയുന്നത് നമ്മ കച്ചറയാണെന്ന്. അപ്പൊ നിങ്ങളാളെ നോക്കൂ ശശി. എന്നയുടെ വിളി വേണ്ടല്ലോ, നമ്മ വരുന്നില്ലല്ലോ നിങ്ങൾ പറയുമ്പോ. ഓ ജാ
ये कौन सा शाम है शेर बात दो കുരിപ്പേള് വീടും തകർത്താനല്ലേ ഇപ്പ. അല്ല അവൻ ചൂടായാലും അർത്ഥമില്ലായിട്ടൊന്നുമില്ല, അവൻ പറഞ്ഞതൊക്കെ കാര്യം തന്നെ. അവന് വെറുതെ പിണക്കണ്ടായിരുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല.